ഓക്കെ, ഹലോ ഗൈസ്. ഞാൻ ഇന്ന് എൻ്റെ എക്സാമിൻ്റെ പ്രഡിക്ഷൻ നടത്താൻ പോവുകയാണ്. പ്രഡിക്ഷൻ മീൻസ് എൻ്റെ റിസൾട്ടിനുള്ള ആ ഒരു പ്രഡിക്ഷൻ എന്ത് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു പ്രഡിക്ഷൻ നടത്താൻ പോവുകയാണ്. സോ എനിക്കിത് ജസ്റ്റ് സേവ് ചെയ്ത് വയ്ക്കണം, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നത്. എനിക്ക് ഒരു എക്സാം കഴിയാണ്ട്, കമ്പ്യൂട്ടർ സയൻസ് എക്സാം കഴിയാനുണ്ട്. അത് ഡിസംബർ അടുത്ത വർഷമാണ്, ലൈക്ക് ജനുവരി 6-നാണത്. ആൻഡ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഡിസംബർ 31-നാണ്. ഓക്കെ, സോ ഫസ്റ്റ് നടന്ന എക്സാം ഫിസിക്സ് ഞാൻ കുറേ കൂട്ടിയും കുടിച്ചും ഹരിച്ചും കുടിച്ചൊക്കെ നോക്കി. കൂട്ടിയും കുറച്ചും ഹരിച്ചും കുടിച്ചും ഒക്കെ നോക്കി. അപ്പോൾ ഫിസിക്സിൽ എനിക്കൊരു ഞാൻ നോക്കിയതിൽ വെച്ചിട്ട് എനിക്ക് അത്ര പ്രതീക്ഷയില്ല. എനിക്ക് ഏറ്റവും ടഫായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഫിസിക്സാണ്. എനിക്കത് അതുകൊണ്ട് അത്ര പ്രതീക്ഷയില്ല. സോ പ്രോബബ്ലി 45, 46, 47 ഈ ഒരു റേഞ്ചിലായിരിക്കും. 50 കടക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. 45ക്ക് താഴാൻ സാധ്യത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ എനിക്കത് വേണ്ട. എനിക്ക് എന്താ അറിയില്ല, കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു. പക്ഷേ കഷ്ടപ്പെട്ട് പഠിച്ചു, 2 പാഠം പഠിച്ചില്ല. അതാണ് എനിക്കുണ്ടായത്. എനിക്ക് പിന്നെ ഒരു ആക്ടിവിറ്റിയിൽ വന്ന സമയത്ത് ഈ 2 പാഠത്തിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. ആൻഡ് 10th ചാപ്റ്ററും 8th ചാപ്റ്ററും ഞാൻ വിട്ടുണ്ടായിരുന്നത്. 10th ചാപ്റ്റർ ഭയങ്കര സിമ്പിളായിരുന്നു. അത് മര്യാദയ്ക്ക് അതിനകത്തുള്ള ഏറ്റവും അവസാനത്തെ ഒരു സാധനം പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയാൽ. ഓക്കെ, അതുകൊണ്ട് എനിക്ക് നല്ല റിഗ്രറ്റ് അടിച്ചിട്ടുള്ള ഒരു ഇതായിരുന്നു എൻ്റെ ഫിസിക്സ്. മാത്സ് സത്യം പറയുകയാണെങ്കിൽ ഞാൻ മറന്നുപോയി. മാത്സ് എനിക്ക് എത്ര ടഫായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. പിന്നെ പൊതുവെ എൻ്റെ ഉള്ളൊരു ഓവർ കോൺഫിഡൻസ് അല്ല, പക്ഷേ പൊതുവെ എൻ്റെ ഉള്ളൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സ് പിന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. എസ്പെഷ്യലി +1 വന്നതിന് ശേഷം ഫിസിക്സും കെമിസ്ട്രിയും ആണ് എനിക്ക് ടഫായിട്ട് വരുന്നത്. ബാക്കി മാത്സ് എനിക്ക് പിന്നെയും 4 കാലിലാണ് വീഴുക, അതുകൊണ്ട് അത്ര കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ മാത്സിന് ഞാൻ എന്നാലും വലിയ ഹോപ്സ് കൊടുക്കുന്നില്ല. എല്ലാവരും മൂഞ്ചി തെറ്റിയിരുന്ന പരീക്ഷയാണ്. 50 മാർക്സ് കുറഞ്ഞു പോയാലും എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ മാർക്ക് കുറഞ്ഞാലും കൂടിയാലും വലിയ സീനില്ല. അങ്ങനെ ഒരു 48, 49, 50 ആ ഒരു അതിനേക്കാളും കൂടുമോയെന്ന് എനിക്കറിയില്ല. കൂടാൻ സാധ്യതയുണ്ട്, കുറയാനും സാധ്യതയുണ്ട്. ഓക്കെ, ആൻഡ് ഇംഗ്ലീഷ് നല്ല ഈസി ആയിട്ടുള്ള പേപ്പറായിരുന്നു. ആൻഡ് പിന്നെ എനിക്ക് ഗ്രാമർ ഭാഗത്ത് തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ മാർക്ക് അങ്ങനെ പോയി, പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. സോ ഇതിന് ഞാനൊരു 69, 70 മാർക്ക്. എനിക്ക് എന്താണെന്നറിയില്ല, കൂടുതൽ പ്രതീക്ഷിക്കൂ എന്നുള്ളൊരു പേടി, അതുകൊണ്ടാണ് ഞാൻ മാർക്ക് ഭയങ്കര കുറച്ച് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് മലയാളം ഈസി എക്സാം തന്നെയായിരുന്നു. ബട്ട് ഞങ്ങളുടെ ടീച്ചർ ഇത്തിരി മാർക്ക് ഇടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ടീച്ചർ മാർക്ക് ഭയങ്കര കുറച്ചിട്ട് മീൻസ് സ്ട്രിക്റ്റായിട്ട് നോക്കും. എല്ലാതും നോക്കി ഇടുന്നൊരു ടീച്ചറാണ്. ശരിക്കും പേപ്പർ നോക്കണ ടീച്ചറാണ്, അങ്ങനെ പറയാം. അപ്പോൾ അതുകൊണ്ട് മാർക്ക് ഞാൻ അത്ര പ്രതീക്ഷിക്കുന്നില്ല. ഇത് തന്നെ 69, 70 ഉണ്ടാവും. ആൻഡ് നെക്സ്റ്റ് കെമിസ്ട്രി അടിപൊളി പേപ്പറായിരുന്നു. പക്ഷേ എനിക്ക് അവസാനത്തെ ഒരു പാഠം ഞാൻ പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ടീച്ചർ എല്ലാവരോടും ചോദിച്ചു, നിങ്ങളൊക്കെ ഏതൊക്കെ പാഠം പഠിക്കും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യത്തെ 5 പാഠം ഞാൻ പഠിക്കുള്ളൂ, ബാക്കി 3 പാഠം ഞാൻ പഠിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ എന്തായാലും എനിക്ക് ബാക്കി 2 പാഠം പഠിക്കാനുള്ള ടൈം കിട്ടി. പഠിക്കുന്നു മീൻസ് ഞാൻ അതിലത്തെ റിയാക്ഷൻസ് ഒക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മൊത്തം വായിച്ചു, അത് മൊത്തം ആക്ച്വലി പഠിച്ചു. 8ാമത്തെ പാഠം എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ മാർക്ക് ഞാൻ എത്ര വരുമെന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഐ വുഡ് സേ മാത്സിൻ്റെ പോലെ തന്നെ കൊടുക്കാം, 48, 49, 50. പിന്നെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പരീക്ഷ എനിക്ക് മാത്സ് എക്സാം കഴിഞ്ഞ് മലയാളം എക്സാമൊക്കെ ആയ സമയത്ത് തന്നെ എനിക്ക് ആ എക്സാം ടഫായിരുന്നോ അല്ലേ, ഞാൻ അതങ്ങോട്ട് മറന്നുപോയി. എത്ര ടഫായിരുന്നു എന്ന് ഞാൻ മറന്നുപോയി. ഓക്കെ, അതുകൊണ്ട് സ്റ്റേ ട്യൂൺ. ഞാൻ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ആ ദിവസങ്ങളിൽ ഫ്രീ ആവുകയാണെങ്കിൽ ഞാൻ ആ റിസൾട്ട് പറയാം.